ജൈനമതം അഥവാ ജൈനധർമ്മം പുരാതന ഭാരതത്തിൽ ഉടലെടുത്ത മതവിഭാഗമാണ്. ആധുനിക കാലഘട്ടത്തിൽ ജൈനമതത്തിൻ്റെ സ്വാധീനം നേർത്തതാണെങ്കിലും ഈ മതവിഭാഗം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിനു നൽകിയ സംഭാവനകൾ ചെറുതല്ല. നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജൈനമതത്തെക്കുറിച്ചാണ്. ജൈനമതം ബുദ്ധമതത്തേക്കാൾ വളരെ പ്രാചീനമാണ്. ബുദ്ധമതത്തിൽ നിന്നും ഭിന്നമാണെങ്കിലും പല കാര്യങ്ങളിലും അവയ്ക്ക് സാദൃശ്യമുണ്ട്. വേദങ്ങളുടെ ആധികാരികതയെ നിരസിക്കുന്നതിൽ, ജീവിതത്തോട് പുലർത്തുന്ന വിഷാദാത്മക ചിന്തയിൽ, ദൈവവിശ്വാസത്തിൻ്റെ അഭാവത്തിൽ ഒക്കെ ഈ സമാനത കാണാവുന്നതാണ്. ആത്മാവ്, ദ്രവ്യം തുടങ്ങിയ ചില ആശയങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നു. ഇക്കാര്യങ്ങളിൽ ജൈനദർശനം ബ്രഹ്മസിദ്ധാന്തത്തോട് കൂറു പുലർത്തുന്നു. അതുകൊണ്ടാണ് ബ്രഹ്മസിദ്ധാന്തത്തിനും ബുദ്ധദർശനത്തിനും ഇടയിൽ നിൽക്കുന്ന മധ്യവർത്തിയായി ജൈന ദർശനത്തെ വിശേഷിപ്പിക്കുന്നത്. ജൈന എന്ന വാക്കിനർത്ഥം കീഴടക്കിയവൻ എന്നതാണ്. ജൈനമതത്തിൻ്റെ വക്താക്കൾ തീർത്ഥങ്കരന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. തീർത്ഥങ്കരന്മാർ എന്ന വാക്കിനർത്ഥം കൈവല്യം ലഭിച്ച മഹത്തുക്കൾ എന്നതാണ്. ജൈനമതത്തിലെ തീർത്ഥങ്കന്മാരുടെ എണ്ണം 24. 24ാമനും ഏറ്റവും പ്രധാനിയുമായ തീർത്ഥങ്കരൻ ആയിരുന്നു വർത്തമാന മഹാവീരൻ. അദ്ദേഹം തന്നെയാണ് ജൈനമതത്തിൻ്റെ സ്ഥാപകനും. വർത്തമാന മഹാവീരൻ്റെ പിതാവ് സിദ്ധാർത്ഥനും മാതാവ് ത്രിശാലയും അദ്ദേഹത്തിൻ്റെ ഭാര്യ യശോധയും മകൾ പ്രിയദർശിനിയും മഹാവീരൻ്റെ ശിഷ്യൻ ജമാലിയുമായിരുന്നു. ആദ്യ ജൈനമത തീർത്ഥങ്കരൻ ഋഷഭദേവനായിരുന്നു. 24ാമത്തെ തീർത്ഥങ്കരൻ പാർശ്വനാഥനും. 23ാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥൻ്റെ പിതാവ് ബനാറസിലെ ഭരണാധികാരിയായിരുന്ന അശ്വസേനനായിരുന്നു. വൈശാലിക്ക് സമീപമുള്ള കുണ്ടല ഗ്രാമത്തിൽ ജനിച്ച വർത്തമാന മഹാവീരൻ 42ാം വയസ്സിലാണ് ജ്ഞാനോദയം കൈവരിച്ചത്. സാലവൃക്ഷ ചുവട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത്. മഗധി ഭാഷയാണ് ജൈനന്മാരുടെ ഭാഷയായി അറിയപ്പെടുന്നത്. രാജപാലിക എന്നത് ജൈനമതക്കാരുടെ പുണ്യ നദിയായും അറിയപ്പെടുന്നു. പ്രാകൃത ഭാഷയിലാണ് ജൈനമത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിരുന്നത്. ബസേദി എന്ന പേരിലാണ് ജൈനമത മഠങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ശരിയായ വിശ്വാസം, ശരിയായ ജ്ഞാനം, ശരിയായ പ്രവൃത്തി എന്നീ ത്രിരത്നങ്ങളും ജൈനമത വിശ്വാസികൾ പിന്തുടർന്നിരുന്നു. ജൈനമതത്തിൽ മഹാവീരൻ കൂട്ടിച്ചേർത്ത അനുഷ്ഠാനമാണ് ബ്രഹ്മചര്യം. ജ്ഞാനോദയം ലഭിക്കുന്ന സമയത്ത് വർത്തമാന മഹാവീരൻ്റെ വയസ്സ് 42 വയസ്സായിരുന്നു. വൈശാലിയ എന്നറിയപ്പെടുന്ന തീർത്ഥങ്കരൻ വർത്തമാന മഹാവീരനായിരുന്നു. അർത്ഥം മഗധി എന്ന ഭാഷയാണ് വർത്തമാന മഹാവീരൻ ഉപയോഗിച്ചിരുന്നത്. ബീഹാറിലെ പാട്നയ്ക്ക് സമീപമുള്ള പാവപുരിയിലാണ് അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചത്. തൻ്റെ 72ാം വയസ്സിലാണ് വർത്തമാന മഹാവീരൻ നിർവ്വാണം പ്രാപിച്ചത്.